നമസ്കാരം. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇനി പ്രത്യേക ബ്ലോക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ മാധ്യമങ്ങളെ അറിയിച്ചു. സഭയിൽ വരുന്നതിൽ തീരുമാനിക്കേണ്ടത് രാഹുലാണെന്നും ഇതുവരെ അവധി അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. രാഹുലിന്റെ സമ്മേളനത്തിൽ വരുന്നതിൽ തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമനിർമ്മാണത്തിന് മാത്രമായി ചേരുന്ന 12 ദിവസത്തെ സഭാ സമ്മേളനം നാളെ തുടങ്ങുകയാണ്. 4 ബില്ലുകളാണ് സമ്മേളനത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബാക്കി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും എൻ ഷംസീർ അറിയിച്ചു. നാളെ മുതൽ ഒക്ടോബർ 10 വരെയാണ് സമ്മേളനം. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത്. ഇത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് VD സതീശൻ നേരത്തെ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെ രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച് സതീശൻ കത്ത് നൽകിയായിരുന്നു. ഇതോടെയാണ് രാഹുലിന് സഭയിൽ പ്രത്യേക ബ്ലോക്കായി അനുവദിച്ചത്. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന KPCC തീരുമാനം അംഗീകരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും വ്യക്തമാക്കുന്നത്. സഭയിൽ പാർട്ടി വിപ്പ് ബാധകമെന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. കുനാൽ ഘോഷ് MPയെ TMC സസ്പെൻഡ് ചെയ്തതിനു ശേഷവും വിപ്പ് നൽകിയത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമാൻഡ് ഈ നിലപാടിലേക്ക് എത്തിയത്. അതേസമയം നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയങ്ങൾ നിരവധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന ആയുധം. പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിരോധം തീർക്കും. സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് വിഷയങ്ങൾ കൂടുതലായി ഉണ്ടാവുക. ഇത്തവണ കാര്യങ്ങളെല്ലാം മാറുകയാണ് ഉണ്ടായത്. രാഹുൽ എത്തിയാൽ ഇതുവരെ ഉയർന്ന സർവ്വ ആരോപണങ്ങളും എടുത്ത് സഭാരേഖകളിൽ എത്തിക്കാനാണ് CPM തീരുമാനം. ഒരു പരിധി വിട്ട് രാഹുലിനെ കോൺഗ്രസ് പ്രതിരോധിക്കില്ല എന്ന ബോധ്യവും CPMനുണ്ട്. എന്നാൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ CPM തീരുമാനിച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിരോധം തീർക്കാൻ സാധ്യത കുറവാണ്. അതേസമയം M മുകേഷിനും AK ശശീന്ദ്രനും എതിരായ ആരോപണങ്ങൾ ഉയർത്തി പാർട്ടിക്ക് UDF അംഗങ്ങൾ പ്രതിരോധം തീർത്തേക്കും. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ മറ്റൊരായുധം. 60 ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ MLAക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടമനുസരിച്ച് കഴിയുകയുള്ളൂ. സെപ്റ്റംബർ 15 മുതൽ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട്. ഫലത്തിൽ 12 ദിവസം മാത്രമാണ് നിയമസഭ ചേരുക. അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും. ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള 60 ദിവസം എത്തില്ല. സഭാ സമ്മേളനത്തിന് 4 ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാൻ കഴിയില്ല. ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇനി സഭയിൽ എത്താതിരുന്നാലും രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ ആ വിവരം സ്പീക്കറെ അറിയിക്കുന്ന കീഴ്വഴക്കമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ സഭയിലെത്തിയാൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കിലിരിക്കണം. സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച നിയമോപദേശം തേടിയ ശേഷമാണ് സ്പീക്കർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമാണെന്നായിരുന്നു KPCC പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു MLA സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല. ഇതിനൊപ്പമാണ് സതീശൻ വീണ്ടും നിലപാട് വ്യക്തമാക്കിയതും. രാഹുലിനോട് സഭയിലേക്ക് വരരുതെന്ന പരോക്ഷ സൂചനയാണ് ഇതിലുമുള്ളത്.